കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ സിയാസ് ആണ്. സിയാസിന്റെ ഡെൽറ്റ വേരിയന്റ് വന്നിരിക്കുന്ന വാഹനമാണ്. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചാൽ പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ 2018 ഇതിന്റെ മോഡൽ. 18 5-ാം മാസം പുറത്തേക്കുന്ന വണ്ടി. നല്ല കലക്കനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതുകൂടാതെ തന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തന്നേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് ടാക്സ് നോക്കണമെങ്കിൽ 2033 ലൈഫ് ടാക്സ് എടുക്കുന്നുണ്ട്. എഞ്ചിൻ പവർ നോക്കണമെങ്കിൽ 1400 cc ആണ് വന്നേക്കണം. ഓക്കെ, മാനുവൽ ട്രാൻസ്മിഷൻ വന്നേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ.ഡി. വാല്യൂ ഉണ്ട്. ഐ.ഡി. വാല്യൂ 7 lakhs കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോണൊക്കെ മേടിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അതിന് റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫുൾ ലോണൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് സംസാരിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് മാരുതി തന്നെ പ്രീമിയം എന്ന് പറയുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരുതിയുടെ ഒരു ക്ലാസ് സെഡാനാണ് സിയാസ്. അപ്പോൾ സിയാസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ നമ്മൾ മാരുതിക്ക് ആകെ മെയിനായിട്ട് മുന്നിൽ നിൽക്കുന്ന 2 സെഡാൻസാണ് ഈ അടുത്തുണ്ടായുള്ളൂ. ഒന്ന് ഡിസയറും ഒന്ന് ഈ പറഞ്ഞ സിയാസുമാണ്. അപ്പോൾ ഡിസൈറിനേക്കാളും ഒട്ടനവധി കാര്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഈ സിയാസ്. കാരണം അതിൻ്റെ ബോഡി ക്വാളിറ്റി ആയാലും ഫീച്ചേഴ്സ് ആയാലും പിന്നെ ഒരു ബിൽറ്റ് ആയാലും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന ഏക സെഡാനാണ് സിയാസ്. അപ്പോൾ സിയാസിന് കുറച്ച് ഫാൻ ബേസ് ഉണ്ട്. കാരണം നമുക്കറിയാമല്ലോ മാരുതിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത്. അപ്പോൾ അതിന് നോർമലായിട്ട് സിയാസിനും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നോക്കാം. അതുകൂടാതെ തന്നെ ഈ കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ലൈനുകളിലൊക്കെ കണ്ടു വന്നേക്കണ ഒരു സെയിം കളർ തന്നെയാണ് ഇവിടെയും വന്നേക്കണേ. വീലാർച്ച നോക്കിയേക്കാം. നല്ല ഡീസൻ്റായിട്ടിരിക്കുന്ന വീലാർച്ചും കൂടെ കാണാം. അതേപോലെ ടയർ കണ്ടീഷനൊക്കെ നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബോണറ്റ്. അതേപോലെ തന്നെ ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ നല്ല ക്വാർട്ടർ ഹെഡ് ലാംപ്സ്, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രില്ല് നോക്കാം. ഗ്രില്ല് മെഷ് ചെയ്തേക്കുന്ന ഗ്രില്ലാണിത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായാലും നല്ല ക്വാളിറ്റിയുള്ള ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. താഴെ ഫോഗ് ലാംപ്സ് നമുക്ക് വരുന്നുണ്ട്. സൈഡിലേക്ക് വരാം. ഇവിടെ വീലാർച്ച് നോക്കാം. നല്ല നീറ്റായിരിക്കും വീലാർച്ച് കാണാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വീലാർച്ച് നോക്കാം. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നമുക്ക് കൂടെ കാണാം. അതേപോലെ മൾട്ടി സ്പോക്സ് നോക്കണം. അലോയ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. നല്ല നീറ്റായിട്ട് സൈഡ് പോർഷൻ കാണാം. അതേപോലെ ഇവിടെ നമുക്ക് ഡീഫോഗർ കാണാം. താഴേക്ക് വരാം. താഴേക്ക് സിയാസിൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നീറ്റായിട്ട് ലിഡ് നമുക്ക് കൂടെ കാണാം. റിവേഴ്സ് സെൻസേഴ്സും ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് വീലാർച്ച് വരുന്നുണ്ട്. അതുപോലെ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് വീലാർച്ച് നല്ല ഗ്രിപ്പും ടയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന 2 ഡോർസ് നമുക്ക് ഇവിടെ കാണാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോർ പാഡ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാം. ഇൻറ്റീരിയർ ഭാഗം നോക്കാം. കാണാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സും ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡാഷ്ബോർഡൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാം. AC-യുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 77,000 കിലോമീറ്ററാണ് വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് നോക്കണേ. പ്ലാറ്റ്ഫോമൊക്കെ നോക്കാം. അതേപോലെ സീറ്റ് നോക്കാം. സീറ്റ് കവേഴ്സ് നല്ല ക്വാളിറ്റിയാണ്. റൂഫായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയർ ഭാഗത്ത് സീറ്റും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ വാഹനത്തിനെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും ആ ഒരു ഡുവൽ ടോണിൽ നമുക്ക് ഡോർ പാഡ്സും കൂടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സീറ്റായാലും നീറ്റായിട്ട് സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. റിയറിൽ AC വെൻറ്റ് വരുന്നുണ്ട്. ചാർജിങ് പോർട്ട് നമുക്ക് താഴെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻജിൻ ഭാഗം നോക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിയാസിൻ്റെ ഒരു എൻജിൻ ഭാഗം. പെട്രോൾ എൻജിനാണത്. വളരെ ഒതുക്കമുള്ള എൻജിനാണ്. ഒരു ലീക്കേജ് അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. എഡ്ജസ് നോക്കാം.
എഡ്ജസ് നീറ്റായിട്ടിരിക്കുന്നു. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടോ, അതായത് ഇവിടെ നമുക്ക് നോക്കാം. പേസ്റ്റിംഗ് ഒക്കെ നീറ്റായിട്ടിരിക്കുന്ന പേസ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, അതേപോലെ നമുക്കിനി ലിഡിലേക്കൊന്ന് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചൊക്കെ നോക്കാം. നീറ്റാണ് ഇരിക്കുന്നത് ആ ഒരു ലിഡ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് നോക്കിയിരിക്കുന്നു. ബൂട്ടിൽ എന്താണ് അവസാനം ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ എൻ്റെ കീ ഒന്ന് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ലിഡ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിയാസിൻ്റെ ബൂട്ട് സ്പേസ്. ന്യായമായിട്ടുള്ള ബൂട്ടുണ്ട്. നമ്മൾ സെഡാൻ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇഷ്ടംപോലെ സ്പേസ്, നീറ്റാണ്, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. കണ്ടോ, അതേപോലെ നമുക്ക് എൻ്റെ ലിഡിൻ്റെ അഡ്ജസ്റ്റും കൂടി നോക്കിയേക്കാം. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സും അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ. ടയർ കൊണ്ട് നോക്കിയേക്കാം. പ്ലാറ്റ്ഫോം ഒന്ന് ഒപ്പിയട്ടെ. പ്ലാറ്റ്ഫോം ഒപ്പിയിട്ട് നമുക്ക് ടയർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട്. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഒരു മാരുതിയുടെ സിയാസ് ആണ്. മാരുതിയുടെ സെഡാൻ വാഹനങ്ങൾ കുറച്ചുകൂടി പ്രീമിയം, കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് സിയാസ്. അപ്പോൾ സിയാസ് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു കളർ നല്ല രസമാണ്. ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന വാഹനമാണ്. നല്ല വൃത്തി തന്നെ ഉപയോഗിക്കുന്ന വാഹനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സിയാസിൻ്റെ റേറ്റിലേക്ക് ഇറങ്ങാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു 35,000 രൂപ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങൾ നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സിയാസിൻ്റെ ആസ്കിംഗ് പ്രൈസ് 6.25 ലക്ഷം രൂപയാണ്. 6.75 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഷോറൂം നമ്പർ, എൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ID വേറെ നിലവിൽ 7 lakhs ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നേരെ ഷോറൂമിലേക്ക് വരാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചിട്ട് പോകാം. നോൺ പ്രസൻറ്റിങ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.